ഈ ആഭരണങ്ങൾ നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് വെറും ഭംഗിക്കല്ല. നിനക്കും കുടുംബത്തിനും അവൻ കാരണം ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ള എന്റെ ഉറപ്പാ. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ അനിയത്തി എന്റെ അനിയത്തിയ. അവളെ സംരക്ഷിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുള്ളത് ഇത് നിന്റെ ശരീരത്തിൽ കിടക്കുമ്പോൾ മാത്രം. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ടാണോ അവൻ വീണ്ടും വന്നത്? എന്റെ അനിയത്തി അവന്റെ അഡിക്റ്റ് ആയതുപോലെ അവൻ പെരുമാറുന്നേ. എന്റെ അനിയത്തിയുടെ ജീവിതം മാത്രമല്ല, ഇപ്പൊ എന്റെ ജീവിതം അവന്റെ ഭീഷണിക്ക് മുന്നിലാ. നീ ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അത്ര എളുപ്പത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഇനമല്ല അവൻ. ഒരു വാണിംഗ് ഞാൻ അവന് കൊടുത്തു. അത് കഴിഞ്ഞവൻ നിന്റെ വീട്ടിൽ വന്ന് ക്ഷമ പറഞ്ഞു. അപ്പൊ നീ എന്നോട് താങ്ക്സ് പറഞ്ഞു. ഇപ്പോ നീ എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണെന്ന് അറിഞ്ഞിട്ടും അവൻ പിന്നെയും വന്നു. അപ്പോ നീ എന്നോട് ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ ശ്രമിച്ചു. അതുതന്നെയാ അവന്റെ ആവശ്യവും. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ അനിയത്തിയുടെ നേരെ ഒന്ന് നോക്കാൻ പോലും പറ്റില്ലെന്ന് അവനറിയാം. അവനെ എനിക്കറിയാവുന്നതുപോലെ നിനക്കറിയില്ല. അവനെ എനിക്കറിയില്ല, സമ്മതിച്ചു. നിങ്ങൾക്ക് അവനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് പറയുന്നു. ഇത്രയ്ക്കറിയാൻ അവൻ നിങ്ങളുടെ ആരാ? ബന്ധമൊക്കെ നിനക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഈശ്വരാ, ഇവളോ? മായച്ചി, വാ, വേഗം വാ. നോക്കിയേ. അയ്യോ, മേലിൽ ഇത് ഊരി മാറ്റാൻ ശ്രമിക്കരുത്. ഇതാണ് നിന്റെ കുടുംബത്തിന്റെ രക്ഷ. ഇതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല. പൊയ്ക്കോ, ഇനി അവൻ വരില്ല. നിങ്ങളുടെ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ വിശ്വസിക്കുക, എന്റെ അനിയത്തിക്ക് വേണ്ടി. അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഇങ്ങനെ തോണു പോലെ നിൽക്കാതെ വന്ന് സഹായിക്കണ്ടേ ഹിറ്റ്ലറെ? പോണു. അതെ, എന്ത് ചെയ്യാനും സാധിക്കുന്ന ആളല്ലേ. എന്നിട്ടെന്താ എണീക്കാൻ പറ്റുന്നില്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ അയ്യോ, അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ വന്നതല്ലേ? അങ്ങോട്ട് മാറിക്കേ, ഞാൻ എഴുന്നേറ്റോളാം. എന്നെ തോപ്പിക്കാൻ വന്നേക്കുന്നോ? അയ്യോ, ബുദ്ധിമുട്ടണ്ട, ഞാൻ പിടിച്ചെഴുന്നേപ്പിക്കാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കൈ പിടിക്കാം. നിങ്ങളുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിടിക്ക്.
ഇനി എങ്ങനെ വീട്ടിൽ പോവും? അതൊക്കെ താൻ എന്തിനാ അന്വേഷിക്കുന്നത്? പോത്തുപോലെ വളർന്നേ ഉള്ളൂ. ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. എന്നെ പോത്തെന്ന് വിളിച്ചോണ്ടല്ലോ. വണ്ടി കയറ്, ഞാൻ കൊണ്ടാക്കാം. എന്റെ വണ്ടി. അർജുൻ സാർ. ആ വണ്ടി എടുത്തോണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയിക്ക്. ശരി സാർ. അയ്യോ അയ്യോ. അതെ, ഉം. ചെരുപ്പ്. അതെ, ബാഗ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡിക്ക് അവള് വളച്ചൊടിച്ച് കക്ഷത്ത് വെച്ച് കൊണ്ടുപോയത് കണ്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഈ ദുർവാസാവിന്റെ തപസ് അവള് മുടക്കും. അതുറപ്പാ. നാളെ ഈ മുറ്റത്ത് അവളുടെ കുട്ടികൾ ഓടിക്കളിക്കുകയും ചെയ്യും. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണം. അതൊരിക്കലും പാടില്ല. ഇത്തിരിയേ ഉള്ളെങ്കിലും അവളൊരു ആറ്റം ബോംബാ. അവൾ ഇതിനകത്ത് വന്നു കയറിയ ഡി കെ അവള് മാറ്റിയെടുക്കും. ഡി കെ സുപ്രിയാന്റിയെ മറക്കും. അയാൾ അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങിയ പിന്നെ നമ്മൾ ഈ വീട്ടിൽ അടിമകളായിട്ട് മാറും. അവളുടെ ആജ്ഞകൾ കൈ കെട്ടി നിന്ന് അനുസരിക്കേണ്ടി വരും. അങ്ങനെ വല്ലത് സംഭവിച്ച ഗോകുലിനെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ പോകും. അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ ഞാൻ നിൽക്കൂ? അയ്യേടാ, ഞാൻ എന്റെ പാട്ടിന് പോവും. പോകുന്നവർക്ക് പോകാം. പക്ഷേ ഞാൻ ഒരിടത്തേക്കും പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. എന്ന് പറഞ്ഞ മുടക്കും. എന്ത് വില കൊടുത്തും ഞാൻ ഈ കല്യാണം മുടക്കും. അമരാവതിയിലെ മരുമകളായി അവൾ ഈ പടി കടക്കില്ല. ചേച്ചി ചേച്ചി, എന്താടി? ഉമ്മറത്തേക്കൊന്ന് വന്ന് നോക്കിയേ. എന്താ? ചേച്ചി വാ. അയ്യോ, എന്റെ ജ്യോതി മൂക്കിയത് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കാലം നുടുക്കി, അത്രേ ഉള്ളൂ. എങ്ങനെയാ? മമ്മി വിഷമിക്കൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോ കാല് തെറ്റിയൊന്ന് വീണതാ.
അല്ലെങ്കിലും ഇയാളെ കണ്ട അന്നു മുതൽ എന്റെ ജീവിതം തന്നെ വീണ് കിടക്കുക. കുടിക്കാൻ ചായ മറ്റോ എടുക്കട്ടെ? വേണ്ട, തൽക്കാലം ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് കാലിന് വിശ്രമം വേണം. ഞാൻ ഇറങ്ങുന്നു. അതെ, ഇപ്പൊ പോയത് ആരാണെന്നറിയോ നിനക്ക്? പിന്നെ അറിയാതെ, ജ്യോതിമോള് ഇയാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ലേ അന്ന് പത്രത്തിൽ വന്നത്? അയ്യോ അതല്ലടി, ഈ പോയത് എന്റെ മോനാ. മോനോ? ആ, മരുമോൻ. എടി മനസ്സിലായില്ലേ? ജ്യോതിമോളുടെ ചെക്കൻ DK. ഞാനേ മോക്ക് കുടിക്കാൻ കുറച്ച് പാലെടുക്കാം. നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ തുണി ഒന്ന് വിരിച്ചിട്ട് വന്നി. ഓ, ആള് കൊള്ളാലോ, സുന്ദരനാ. മോക്ക് നന്നായിട്ട് ചേരും. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? എന്റെ സൂര്യ, നീ ഇത് എവിടെയാ? സൂര്യല്ല, ദിസ് ഇസ് DK. എന്തുപറ്റി? നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നീ എന്തോ ഒന്നും പറയാത്തത്? സൂര്യ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങള് അമരാവതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അമരാവതിയിലേക്കോ? നിനക്കുള്ള സർപ്രൈസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവിനാശ്. നീ വേഗം അമരാവതിയിലോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങൾ ഫോൺ സൂര്യക്ക് കൊടുക്ക. ഞാൻ നൽകിയ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നീ ഇവിടെയും കൊണ്ട് തിരിച്ചു വന്നു. എന്തിനാ നീ ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്തത്? നോക്കിക്കോ, അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ശരി, ഞാൻ നിന്റെ ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കാം. നീ തന്നെ സംസാരിക്കും. ഏട്ടാ, ഏട്ടൻ വേഗം വരണേ. എന്താ സൂര്യ നീ ചെയ്തത്? നീ എന്താ എന്നോടൊരു വാക്കുപോലും പറയാറുന്നത്? അത് DK പറഞ്ഞിട്ടാ. അതെ, DK നമുക്ക് വേണ്ടി എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏട്ടാ, ഏട്ടൻ വേഗം എത്തണേ. ഹലോ, ഫോൺ കട്ടായി പോയെന്ന് തോന്നുന്നു. സാരമില്ല, അവൻ അമരാവതിയിലേക്കല്ലേ വരാൻ പോകുന്നത്. അവനുള്ളത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. പോരെ? എല്ലാം നശിച്ചു. അയാൾ അവളോട് എന്തെങ്കിലും പറഞ്ഞ അതോടെ തീർന്നു എല്ലാം. സൂര്യ, ഏട്ടൻ എന്ത് പണിയായി കാണിച്ച്? എന്തായാലും വളരെ മോശമായി പോയി. ചിത്രയുടെ ഏട്ടനെ പറ്റി ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല. എന്തു പറ്റി? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും കിടിലൻ ഒരു ഹണിമൂൺ ട്രിപ്പ് DK സ്പോൺസർ ചെയ്തിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഞങ്ങളൊക്കെ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ, ഇതുവരെ നടന്നിട്ടില്ല. പറഞ്ഞിട്ട് എന്താ ചേച്ചി കാര്യം? തിരിച്ചു പോണോന്ന് പറഞ്ഞ് ഒരാൾക്ക് ഒരേ വാശി. ഒടുവിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. അതിന്റെ പണിഷ്മെന്റ് തരാൻ DK മുകളിൽ കാത്തിരിക്കുക. ചെന്ന് കയ്യോടെ വാങ്ങിച്ചോ.
വന്നാലുടനെ മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു DK. ചെല്ല്. ആ, നീങ്ങി വന്നേ, ചോദിക്കട്ടെ, വാ. DK, നിങ്ങൾ എന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയാണോ? എന്റെ ഭാര്യയോട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്നെന്ന്? ഭാര്യയോ? നീ നിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോലെ. അത് കഴിഞ്ഞ് നീ പ്രിയയെ വിവാഹം കഴിക്കും. അങ്ങനെയല്ലേ നീ പ്രിയയോട് പറഞ്ഞിരിക്കുന്നത്? നീ ഇതുവരെ സൂര്യമോനോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. എന്താ, ശരിയല്ലേ? ഒരു ജോയിന്റ് പെറ്റീഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. നല്ല അഡ്വക്കേറ്റ്സിനെ ഞാൻ സജസ്റ്റ് ചെയ്തു തരാം. ജോയിന്റ് ഡിവോഴ്സിന്റെ കാര്യം ഞാൻ അവളോട് സംസാരിക്കാം. നോ, എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവളാ എന്റെ സൂര്യ. അവള് തെറിഞ്ഞ എന്നിട്ടാണോ നിന്നെ ജീവനോലും സ്നേഹിക്കുന്ന ഭാര്യയെ നീ ചതിക്കുന്നത്? അവളും കൂടി അറിയട്ടെ ഭർത്താവിന് വേറെ കാമുകയും കൂടി ഉണ്ടെന്ന്. അല്ല, കാര്യങ്ങളൊക്കെ സുതാര്യമായിരിക്കണമല്ലോ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പ്രിയെ മറക്കാം. ദയവ് ചെയ്ത് ഈ കാര്യം സൂര്യയോട് പറയരുത്. പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. നിന്നെപ്പോലുള്ളൊരു ചതിയന്റെ ഭാര്യയായിരിക്കുന്നതിന് നല്ലത് അവള് മരിക്കുന്ന. DK, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. പ്ലീസ്. പിന്നെ എന്നാത്തിനാണ് നീ വീണ്ടും അവിടെ പോയത്? നീ ആരെയാ ഭീഷണിപ്പെടുത്തിയെന്നറിയോ? എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ. അത് ഞാൻ ക്ഷമിക്കണോ? ജ്യോതിയുടെ അനിയത്തി എന്റെ സ്വന്തം അനിയത്തിയാ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ പിന്നെ നിനക്ക് ഭാര്യ ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല. മനസ്സിലായോടാ? സോറി DK, ഞാൻ അവിടെ പോയി അവരോട് ക്ഷമ പറയാം. ഇനി ഇത് ആവർത്തിക്കില്ല. പ്ലീസ് DK. നിർത്തടാ. ക്ഷമ പറയാനായിട്ട് പോലും നിന്റെ നിഴലിനി ആ മുറ്റത്ത് വീഴരുത്. വെട്ടിക്കണ്ടിച്ചിട്ടാലും പിന്നെയും മുറി കൂടി മരണം എരന്ന് വാങ്ങാൻ പറ്റുന്ന സൈക്കോയാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എന്റെ വാക്ക് നീ തെറ്റിച്ചാൽ നിന്റെ ഭാര്യ മാത്രമല്ല അനിയത്തിയും തിരിച്ചറിയും ഈ ഏട്ടന്റെ യഥാർത്ഥ മുഖം. ഇല്ല DK, പ്രിയെ ഞാൻ മറന്നോളാം. ഒഴിവാക്കാം. എന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കാനോ ഞാനോ? ഒരിക്കലുമില്ല. നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ ലോകത്ത് നിന്നെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും എനിക്കറിയാം. എല്ലായിടത്തും നിനക്ക് ഒരു മുഖമേ ഉള്ളൂ, ചതിയനായൊരു പെൺവേട്ടക്കാരന്റെ മുഖം. തൽക്കാലം നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. പൊയ്ക്കോ. പക്ഷേ നിന്റെ വഴി തേടി വരാൻ നീ എന്നെ പ്രേരിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ നിന്റെ അവസാനം കണ്ടേ DK മടങ്ങും. ജ്യോതിമോൾ ആ വളയങ്ങി തന്നോ ചേച്ചി? പിന്നല്ലാതെ അവള് വന്നപ്പോഴേ അതൊക്കെ ഉരു തന്നു. അല്ല ചേച്ചി, ഇന്നെന്തിനാ ജ്യോതിമോൾ അമരാവതി പോയത്? ചേച്ചി വല്ലതും ചോദിച്ചായിരുന്നോ? ആ, ഞാനങ്ങും ചോദിച്ചില്ല. എന്തേലും കാര്യം കാണുമായിരിക്കും.
നിനക്കറിയോ ശ്രീദേവി, ഞാൻ ഈ വീട്ടിൽ വന്നു കയറുമ്പോ അവളുടെ ഒരു അണ്ണാൻകുഞ്ഞിന്റെ അത്രേ ഉള്ളൂ. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, ഞാൻ അവളെ പൊന്നുപോലെയാ വളർത്തിയത്. പെറ്റ തള്ളയില്ലാത്തതിന്റെ ഒരു ദുഃഖവും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. ഓ എന്തൊരു അഭിനയം! അതിന് സമാധാനം കൊടുക്കാത്ത സാധനം ഇത്. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? നീ എന്താടി ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്തായാലും ജ്യോതി മോള് ഭാഗ്യവതിയാ. ഒക്കെ ആശിച്ചിച്ചിയുടെയും കൂടി ഭാഗ്യമെന്ന് വേണം പറയാൻ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ആശിച്ചിക്ക് ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങളാ വരാൻ പോകുന്നത്. സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകത്തില്ലേ? സ്വർണമായിട്ടും പണമായിട്ടും